വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത ശേഷം ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. സഭകളുടെ ആശങ്കകൾ പരിഗണിക്കണമെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. FCRA ബില്ലിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഭ കാണുന്നില്ലെന്നും ബില്ലിന് വിധേയരാകുന്നവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ എന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. ഈ FCRA ബില്ലും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നും ഞങ്ങൾ ഇലക്ഷനുമായിട്ട് കണക്ട് ചെയ്യാറില്ല. കാരണം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം അല്ലല്ലോ ഇത്, മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ആളുകൾ അതിൽ ആരൊക്കെ വിധേയരായപ്പെടുന്നു അവർ വിചാരിച്ചോളൂ ആർക്ക് വോട്ട് ചെയ്യണം വേണ്ട എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ സഭ എന്ന നിലയ്ക്ക് ഇതിനെ തെരഞ്ഞെടുപ്പുമായിട്ട് കണക്ട് ചെയ്ത് വിടാറില്ല. FCRA ഭേദഗതിയെ എതിർക്കുന്ന ചിലർക്ക് രാഷ്ട്രീയമുണ്ടെന്ന് BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് ആശങ്കകൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. കാണുന്നതെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴുള്ള ചില പൊളിറ്റിസൈസേഷനാണ് കണ്ടുവരുന്നത്. ഇതിനു മുമ്പും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴും വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴും എല്ലാം ഇതേ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് പേരുടെ ലാൻഡ് പോവും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പോവും. പക്ഷെ ഒന്നും പോയിട്ടില്ല. പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ പലർക്കും ആശങ്കകൾ വരും. അപ്പോൾ പക്ഷേ അത് ഡയലോഗ് വഴി നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അർജുൻ മട്ടന്നൂര് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ സഭകൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ വിഷയം പരിഹരിക്കാനുള്ള പല നീക്കങ്ങളും BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിനിടയിൽ കേന്ദ്രമന്ത്രി തന്നെ എത്തുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട് സഭകൾക്ക്? അങ്ങനെ തന്നെയാണ്. FCRA നിയമ ഭേദഗതി ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയരുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിലെങ്കിലും വലിയ ആശങ്ക അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സജീവ ചർച്ചയാവുന്നുമുണ്ട്. പക്ഷേ സഭാ മേലധ്യക്ഷന്മാരാരും തന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അത് ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ് എന്ന ആശങ്ക പങ്കുവെക്കുകയാണ് അവർ ചെയ്തത്. ഇതിനിടയിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് കൊല്ലത്ത് 2 പരിപാടികളും തിരുവനന്തപുരത്ത് 1 പരിപാടിയുമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വൈകിട്ട് ഒരു പ്രത്യേക പരിപാടി